അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളുടെ ഈ പറച്ചിലും കേൾക്കലുമെല്ലാം സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ. സമയത്ത് തന്നെ ഇത് പൂർത്തീകരിക്കാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് നമ്മൾ തുടങ്ങണം എന്ന് ഉദ്ദേശിച്ച സൂറത്ത് സൂറത്ത് അൽ അഹ്കാഫാണ്. 46-ാമത്തെ സൂറത്താണ്. രണ്ട് കാര്യങ്ങളാണ് എനിക്ക് പഠിതാക്കളോട് റിക്വസ്റ്റ് ചെയ്യാനുള്ളത്. ഒന്ന്, ഇത് വെറുതെ ഇരുന്ന് കേൾക്കരുത്. നിർബന്ധമായിട്ടും ഖുർആൻ നമ്മുടെ കൂടെ ഉണ്ടായിരിക്കണം. അതെല്ലാവരും അക്സെപ്റ്റ് ചെയ്യും എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. രണ്ടാമത്തെ സംഗതി, പരമാവധി ഒരു നോട്ട്സ് എന്തെങ്കിലും കയ്യിലുണ്ടായിരിക്കണം, നല്ലതാണ്. അത്യാവശ്യം വന്നിട്ടുണ്ടെങ്കിൽ എഴുതാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും അർത്ഥത്തിൽ നോട്ട് ചെയ്യാനുണ്ടെങ്കിൽ നോട്ട് ചെയ്തിരിക്കണം. അങ്ങനെ ആകുമ്പോഴേ നമ്മളെ പഠനം നടക്കുള്ളൂ, അല്ലെങ്കിൽ ഒരു ഖുർആൻ ക്ലാസ് കേൾക്കലായിട്ട് മാറും. അപ്പൊ അതുകൊണ്ട് ഒരു ഒരു ഗൗരവത്തിൽ അള്ളാഹുവിന്റെ കലാമാണ് നമ്മൾ പഠിക്കണത്, നമ്മൾ സംസാരിക്കുന്നത്, നമുക്ക് തമ്മിൽ സംസാരിക്കാനുള്ളതും അള്ളാഹുവിന്റെ കലാമാണ്. അത് വേറെ ഏതെങ്കിലും ഒരു പ്രഭാഷണം കേൾക്കുന്ന പോലെയോ ഒരു ഗാനം ആസ്വദിക്കുന്ന പോലെയോ ആ നിലക്ക് അതിനെ അശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യരുത്. ഇതാ ഖുരിയൽ ഖുർആൻ ഫസ്തമിഉ ലഹു വൻസിത്തു. ഖുർആൻ ഓതുന്നത് കേട്ടാൽ തന്നെ അവിടേക്ക് ശ്രദ്ധിക്കുകയും മിണ്ടാതിരിക്കുകയും വേണമെന്ന് ഖുർആനിലുണ്ട്. അപ്പൊ നമ്മൾ ഖുർആൻ ക്ലാസ്സിൽ വരുമ്പോൾ തീർച്ചയായിട്ടും ആ ഖുർആൻ ക്ലാസ് അതിന്റെ ഗൗരവത്തിൽ തന്നെ കാണുകയും അതിനു വേണ്ടിയിട്ട് ജാഹിസായി, റെഡിയായി, ഒരുങ്ങി തയ്യാറായിട്ടിരിക്കണം. വേറെ ഏതെങ്കിലും സംഗതികൾ, വീട്ടിലെ ജോലികൾ ചെയ്യുകയോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നതിൻ്റെ ഇടയിൽ ചെവി കൊടുത്ത് കേൾക്കാം എന്നുള്ള ഒരു അലസ മനോഭാവം ഉണ്ടാവരുത് എന്ന് സൂചിപ്പിച്ചതാണ്. അങ്ങനെ ആവുമ്പോഴാണ് നമുക്കിത് ഗുണപ്പെടുക, ഇൻഷാ അല്ലാ. അപ്പൊ നമുക്ക് അധികം ദിവസം സമയമില്ലാത്തതുകൊണ്ട് നമുക്ക് സൂറത്ത് സ്റ്റാർട്ട് ചെയ്യാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സൂറത്ത് അൽ അഹ്കാഫ്. ഈ സൂറത്തിന് അൽ അഹ്കാഫ് എന്നുള്ള പേര് വരാൻ കാരണം, ഈ സൂറത്തിൽ തന്നെ 29-ാമത്തെ ആയത്ത് മുതൽ വദ്കുർ അഖാ ആദിൻ ഇദ് അൻദറ ഖൗമഹു ബിൽ അഹ്കാഫ്. ആദ് ഗോത്രത്തിലേക്ക്, ആദ് ഗോത്രത്തിന്റെ സഹോദരൻ എന്ന് പറയുന്നത് ഹൂദ് നബിയാണ്. അപ്പൊ ഹൂദ് നബി തന്റെ സമൂഹത്തെ അഹ്കാഫ് എന്ന് പറയുന്ന പ്രദേശത്ത് വെച്ച് തന്റെ സമൂഹത്തെ ഒരുമിച്ച് കൂട്ടുകയും അവർക്ക് മുന്നറിയിപ്പ് കൊടുക്കുകയും ചെയ്തപ്പോൾ എന്നുള്ള ആ സംഭവം ഉദ്ധരിക്കുന്നത് കൊണ്ടാണ്, ആ ആയത്തിൽ നിന്നാണ് ഈ പേര് ലഭിച്ചിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും പരിശുദ്ധ ഖുർആനില് സൂറത്തുകളുടെ പേര് കൊടുക്കുന്നത് തൽവിഷയ സംബന്ധമായിട്ട് പ്രതിപാദിക്കുന്നത് കൊണ്ടല്ല, മറിച്ച് പേര് ഒരു ആയത്തിൽ നിന്ന് എടുക്കാറാണ് മിക്കവാറും. ആ വിഷയം അവിടെ പരാമർശിച്ചത് കൊണ്ടാണ് ആ പേര് വന്ന് എന്ന അർത്ഥത്തിലല്ല, മറിച്ച് ഈ വിഷയ സംബന്ധമായ പേരുകൾ അവിടെ എവിടെയെങ്കിലും പരാമർശിച്ചിട്ടുണ്ടാവും, അതുകൊണ്ട് എടുക്കുന്നതാണ്. ഒന്നുകൂടെ ക്ലിയറായി പറഞ്ഞ, പശുവിനെ കുറിച്ച് വിവരിക്കുന്നത് കൊണ്ടല്ല അൽ ബക്കറ എന്ന പേര് വന്നത്, മറിച്ച് പശുവുമായി ബന്ധപ്പെട്ട ഒരു സ്പെസിഫിക് സംഭവം അവിടെ ഉദ്ധരിക്കപ്പെടുന്നുണ്ട്, അതുകൊണ്ടാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ പശു എന്ന് പേരിട്ടിട്ട് പശുവിനെ കുറിച്ച് അവിടെ ഇതിൽ വിശദീകരിക്കാത്ത എന്ന് നമ്മൾ ആകുലപ്പെടേണ്ട കാര്യമില്ല. അപ്പൊ അതുപോലെ അഹ്കാഫ് എന്ന് പറഞ്ഞ സ്ഥലത്തെ കുറിച്ച് കൊണ്ടാണ്. ഏകദേശം സ്ഥലത്തെ കുറിച്ച് ഖുർആനിൽ സ്ഥലങ്ങളുടെ പേര് അധികമൊന്നുമില്ല. ഇപ്പൊ ഹിജ്ർ എന്ന് പറയുന്നത് ഒരു സ്ഥലത്തിന്റെയോ ഒരു വിഭാഗത്തിന്റെയോ പേരായിട്ട് പറയാറുണ്ട്. അത് കഴിച്ചു നിർത്തിയിട്ടുണ്ടെങ്കിൽ പിന്നീട് കാര്യമായിട്ട് സ്ഥലപ്പേരുകളിലൊന്നും ഖുർആൻ സൂറത്തുകളില്ല. അപ്പോൾ അഹ്കാഫ് ഒരു സ്ഥലത്തിന്റെ പേരായിരുന്നോ, ഒരു സമൂഹം ജീവിച്ചിരുന്ന ഒരു പ്രദേശത്തിന്റെ പേരായിരുന്നു അഹ്കാഫ്. അത് ആദ്യ സമൂഹം ജീവിച്ചിരുന്നതാണ്. ഇന്നത്തെ ഒമാന്റെയും യമനിന്റെയും ഒരുപക്ഷെ സൗദിയുടെയും കൂടി ബോർഡറിൽ ഒരു
സ്ഥലമുണ്ട്. ഉബാർ എന്നാണ് അത് അറിയപ്പെടുന്നത്. ആ സ്ഥലത്തായിരുന്നു ഈ ആദ് സമൂഹം ജീവിച്ചിരുന്നത് എന്ന് പറയപ്പെടുന്നു. എന്തായാലും ആ സമൂഹത്തിന്റെ ഒരു അവശിഷ്ടവും ഇന്ന് ലഭ്യമല്ലാത്ത രൂപത്തിൽ മണൽ മൂടി കിടക്കുകയാണ്. ലോകത്തിലെ ഏറ്റവും വന്യ മരുഭൂമികളിൽ ഒന്നായ റുബുൽ ഖാലി അഥവാ എം ടി ക്വാർട്ടർ ന്റെ അടിയിലായിരിക്കാം ഒരുപക്ഷെ ഈ ആദ് സമൂഹത്തെ അള്ളാഹു നശിപ്പിച്ച ഇടം എന്ന് അത് സംബന്ധിച്ച് പഠിച്ച ചരിത്രകാരന്മാര് അഭിപ്രായപ്പെടുന്നുണ്ട്. ഈ സൂറത്തിന്റെ അവതരണം, ഈ സൂറത്ത് മക്കിയാണ്. മക്കി എന്ന് പറഞ്ഞാൽ മക്ക കാലഘട്ടത്തിൽ അവതരിച്ചതെന്നാണ്. മദനി എന്ന് പറഞ്ഞാൽ മദീന കാലഘട്ടത്തിൽ അവതരിച്ചതെന്നാണ്. പലപ്പോഴും മക്കയിൽ അവതരിച്ചത് മദീനയിൽ അവതരിച്ചത് എന്ന് നമ്മൾ തെറ്റായി പറയാറുണ്ട്. മക്കയിൽ അവതരിച്ചത് എന്നല്ല സൂറത്ത് മക്കി എന്ന് പറഞ്ഞാൽ. എന്നാലും ഖുർആനിലെ ബഹുഭൂരിപക്ഷം സൂറത്തുകളും മക്കിയാണ്. മദനി സൂറത്തുകൾ വളരെ കുറച്ചേ ഉള്ളൂ. അപ്പോ മക്കി എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആദ്യത്തെ 13 വർഷം, നുബുവത്തിന് ശേഷമുള്ള ആദ്യത്തെ 13 വർഷമാണ് മക്കി കാലഘട്ടം എന്ന് പറയുന്നത്, ഹിജറ പോകുന്നവരെയുള്ള. ആ സമയത്ത് മക്കയിൽ വെച്ചായാലും തായിഫിൽ വെച്ചായാലും വേറെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് വെച്ചാലും ഏത് പട്ടണത്തിൽ വെച്ചായാലും എവിടെ വെച്ചായാലും അവതരിച്ചതിനൊക്കെ മക്കി എന്നാണ് പറയാം. വേണമെങ്കിൽ നമുക്ക് ഹിജറക്ക് മുമ്പ് ഹിജറക്ക് ശേഷം എന്ന് പറയാം. അത് കുറച്ചും കൂടെ സൂക്ഷ്മമായ ഒരു നിരൂപണമായിരിക്കും. അങ്ങനെ ഹിജറക്ക് ശേഷമുള്ള സൂറത്തുകളെ വേണമെങ്കിൽ മദനി എന്ന് പറയാം. ഇപ്പൊ മക്കി എന്നുള്ള പേര് തന്നെ ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ മക്ക കാലഘട്ടത്തിൽ അവതരിച്ചത്, മദീന കാലഘട്ടത്തിൽ അവതരിച്ചത് എന്നിങ്ങനെ നമുക്ക് കൃത്യമാക്കി പറയാൻ പറ്റും. മക്ക കാലഘട്ടത്തിലാണ് ഇത് അവതരിച്ചത്. മക്ക കാലഘട്ടത്തിലാണെങ്കിൽ എപ്പോൾ ഇതിന്റെ അവതരണ ക്രമം നോക്കുകയാണെന്നുണ്ടെങ്കിൽ സൂറത്ത് 66-ാമത്തെ സൂറത്തായിട്ടാണ് അവതരിച്ചിട്ടുള്ളത്. അപ്പൊ ഇതിന് ശേഷം ഏകദേശം ഒരു 23 സൂറത്ത് കൂടി മക്കയിൽ അവതരിച്ചിട്ടുണ്ടാവും ഇതിന് ശേഷം. അപ്പോൾ ഏകദേശം ഒരു ഹിജറയുടെ ഒരു 10-ാം വർഷം ആയിട്ടാണ്, അതായത് മക്ക കാലഘട്ടത്തിന്റെ അവസാന കാലഘട്ടത്തിലായിട്ട് അവതരിച്ച സൂറത്തായിട്ടാണ് ഇതിനെ പണ്ഡിതന്മാർ വിലയിരുത്തുന്നത്. മക്ക കാലഘട്ടത്തിന്റെ അവസാനം. അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ സൂറത്തിന്റെ അവസാനത്തെ പേജിൽ വൈദ് സൊറഫ്നയിലേക്ക് നഫറു മിനൽ ജിന്ന്, ജിന്നുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖിറാഅത്ത് കേട്ട ഒരു സംഭവം പരാമർശിക്കുന്നുണ്ട്. ജിന്നുകള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കുറച്ച് വിശാലമായ ഒരു മൈതാനത്ത് നിസ്കരിക്കുന്ന സമയത്ത് ജിന്നുകൾ ആ വഴിക്ക് പോകുന്നുണ്ടായിരുന്നു. അപ്പൊ അവര് യാദൃശികമായിട്ട് ഖുർആൻ കേട്ടപ്പോൾ ഇത് ദിവ്യമായ എന്താണെന്ന് മനസ്സിലാക്കുകയും അവിടെ വരികയും അവിടെ ഇരുന്ന് നബിയുടെ കൂടെ നിസ്കരിക്കുകയും ഒക്കെ ചെയ്തു എന്നാണ് പറയുന്നത്. അങ്ങനെ ഖുർആൻ കേട്ടു വരും. ഇത് തന്നെ സൂറത്തുൽ ജിന്നിൽ ഏകദേശം രണ്ടും ഒരേ സംഭവമാണെന്ന് പറയുന്നത്. ചില ആളുകൾ രണ്ടും വ്യത്യസ്ത സംഭവങ്ങളാണെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ മിക്കവാറും രണ്ടും ഒരേ സംഭവം തന്നെ ആവാനാണ് സാധ്യത. മിനൽ ജിന്നി ഫഖാലു ഇന്ന സമിഅനാ ഖുർആനൻ അജബ എന്ന് പറഞ്ഞുകൊണ്ട് സൂറത്തുൽ ജിന്ന് തുടങ്ങുന്നുണ്ട്. അപ്പൊ ജിന്നിൽ അത് മുഴുവനായിട്ടും ഏകദേശം ഈ ജിന്നുകളുമായി സംബന്ധിച്ച, ജിന്നുകൾ കേട്ടിട്ട് അവർ തിരിച്ചു ചെന്ന് അവരുടെ ആളുകളോട് ഖുർആനെ കുറിച്ചും പ്രവാചകനെ കുറിച്ചും ഒക്കെ പറഞ്ഞ സംഭവങ്ങളെ കുറിച്ചിട്ടാണ് അതിൽ പറയുന്നത്, ജിന്ന്. അപ്പോ ജിന്ന് സംഭവം നടന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നഖ്ലയിലായിരിക്കുമ്പോഴാണ്. നഖ്ല എന്ന് പറയുന്ന സ്ഥലം തായിഫിന്റെയും മക്കയുടെയും ഇടക്കാണ്. തായിഫിന്റെയും മക്കയുടെയും ഇടക്കുള്ള ഒരു സ്ഥലമാണ് നഖ്ല എന്ന് പറഞ്ഞത്. അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ താമസിച്ച സമയം എന്ന് പറയുന്നത് തായിഫിൽ നിന്ന് പിന്തുണ ഒന്നും ലഭിക്കാതെ വന്നപ്പോൾ മക്കയിലേക്ക് തിരിച്ചു വരാൻ പ്രയാസം അനുഭവപ്പെട്ട ഒരു സന്ദർഭത്തിൽ നബി ഇടത്താവളമായിട്ട് കുറച്ചു കാലം താമസിച്ച ഇടാണ് ഈ നഖ്ല എന്ന് പറയുന്നത്. അപ്പൊ അവിടെ ഇരിക്കുമ്പോഴാണ് ഇത് അവതരിച്ചത് എന്ന് നിവേദനങ്ങളുണ്ട്, ഈ സംഭവം അവതരിച്ചത്. അപ്പോ അങ്ങനെയാണെങ്കിൽ ഈ സന്ദർഭത്തിലായിരിക്കും എന്ന് നമുക്ക് കൃത്യപ്പെടുത്താൻ പറ്റും. അതായത് 10-ാം വർഷത്തിലാണ്. എപ്പോഴാണ് തായിഫിലേക്ക് പോയത്, ആ ഒരു പശ്ചാത്തലം എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തായിഫിലേക്ക് പോവാനുണ്ടായ പശ്ചാത്തലം എന്ന് പറയുന്നത് ഈ
പരസ്യപ്രബോധനം തുടങ്ങിയ സന്ദർഭത്തിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരസ്യപ്രബോധനത്തിലേക്ക് കടന്ന സന്ദർഭത്തിൽ അവിടുത്തെ കുറേശികള് ഉപരോധിച്ചു. ഉപരോധിച്ചു എന്ന് പറഞ്ഞാൽ ഏകദേശം നുബുവത്തിന്റെ 7-ാം വർഷം, 6 മുതൽ 9 വർഷം വരെയാണ് എന്ന് പറയുന്നുണ്ട്. ഇപ്പൊ 7 മുതൽ 10 വർഷം വരെയാണെന്ന് പറയുന്നത്. എന്തായാലും ആ ഒരു സന്ദർഭത്തിൽ ഇവർ താമസിച്ചിരുന്ന സ്ഥലത്തിട്ടിട്ടാണ് അവരെ ഉപരോധിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം താമസിച്ചിരുന്ന സ്ഥലം എന്ന് പറഞ്ഞപ്പോൾ നമ്മള് ഉംറ ചെയ്യാൻ പോയിട്ടുള്ള ആളുകൾക്ക് അറിയാം. ഇപ്പൊ അവിടെ ഒരു ലൈബ്രറി ഉണ്ട് ഹറമിന്റെ പുറകു ഭാഗത്തായിട്ട്. അവിടെയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്. അത് ജബൽ ഖുബൈസ് അല്ലെങ്കിൽ ജബൽ അബു ഖുബൈസ് എന്ന് പറയുന്ന മലയോട് ചുറ്റിപ്പറ്റിയാണ് നിൽക്കുന്നത്. അതിന്റെ താഴ്വാരത്തിൽ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോ അവിടെ ആയിരുന്നു ബനു ഹാഷിം കുടുംബങ്ങൾ മൊത്തം താമസിച്ചിരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂ ത്വാലിബും അവരുടെ എല്ലാ കുടുംബങ്ങളും ആ ഭാഗത്താണ് താമസിച്ചിരുന്നത്. അപ്പൊ അതിന് ഷാബ് ബനു ഹാഷിം എന്നും പറയും. ഷാബ് എന്ന് പറഞ്ഞാൽ മലഞ്ചെരുവ് എന്നുള്ള അർത്ഥം. ഷാബ് അബി ത്വാലിബ് എന്ന് പറയും. അബൂ ത്വാലിബ് ആയിരുന്നു അവരുടെ നേതാവ്. അതുകൊണ്ട് ഷാബ് അബി ത്വാലിബ് എന്ന അർത്ഥത്തിലും ഇത് പറയുന്നുണ്ട്. അപ്പൊ ഷാബ് അബൂ താലിബില് അല്ലെങ്കിൽ അബൂ താലിബ് മലഞ്ചെരുവില് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും ബനു ഹാഷിം കുടുംബത്തെയും 3 വർഷത്തോളം ഖുറൈശികൾ ഉപരോധിച്ചു. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടിയിട്ടായിരുന്നു. ഭക്ഷണം കൊടുക്കാതെ അങ്ങോട്ടൊന്നും കൊടുക്കരുത്. അതായത് ഈ 3 വർഷത്തിൽ അവർക്ക് പുറത്തുനിന്ന് ഒരു സാധനം കിട്ടും. മക്ക എന്ന് പറഞ്ഞാൽ അവിടെ ഒന്നും ഉണ്ടാവാത്ത ഒരു സ്ഥലമാണ്, ഒരു നാടാണ്. മക്കയുടെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു കൃഷിയില്ല, ഒന്നുമില്ല. കുറച്ച് മാറിയിട്ടൊക്കെ ഉണ്ട്, പക്ഷേ ഈ ഇവർ താമസിച്ചിരുന്ന ചുറ്റുവട്ടത്തൊന്നുമില്ല. അപ്പൊ അവിടെ നിന്ന് പുറത്തുനിന്ന് വരുന്ന വസ്തുക്കളെ ആശ്രയിച്ചുകൊണ്ട് മാത്രമാണ് ജീവിതം. അപ്പൊ അവർക്കൊന്നും ലഭിക്കാത്ത ഒരവസ്ഥ ഉണ്ടായി. വളരെ പ്രയാസപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും കൂടെ മക്കളുണ്ടായിരുന്നു, പെൺകുട്ടികൾ കൂടെ ഉണ്ടായിരുന്നു, ഖദീജ ബീവി കൂടെ ഉണ്ടായിരുന്നു. അപ്പോ ഇവരുടെ എല്ലാവരുടെയും വീടിന്, അബൂ താലിബിന്റെ വീട്, അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ, ഹംസ റളിയല്ലാഹു അൻഹു, എല്ലാവരുടെയും വീടിന് ഉപരോധം തീർത്തു. എന്ന് പറഞ്ഞാൽ ഒരു ചെക്ക് പോസ്റ്റുകൾ ഇട്ടു. ആരെങ്കിലും ആ വഴിക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ അവര് തടയും. ഇതിനൊരു വ്യത്യാസം വന്നത് ഹജ്ജ് കാലഘട്ടത്തിൽ മാത്രമേ. അന്നും ഹജ്ജ് ഉണ്ടായിരുന്നു കേട്ടോ. ഹജ്ജിന്റെ കാലഘട്ടം, ഹജ്ജിന്റെ മാസങ്ങളിൽ ചെറിയ വ്യത്യാസം ഉണ്ടായിരുന്നു. പക്ഷെ അന്നൊക്കെ കുറേശികള് ആളുകളോട് ശട്ടം കെട്ടിയിരുന്ന ഒരു സംഗതി എന്താ വെച്ചാൽ, നിങ്ങളും ഞങ്ങളും കച്ചവടം നടത്തൂല. കച്ചവടം നടത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആരും ബനു ഹാഷിമിന് ഒന്നും വിൽക്കാൻ പാടില്ല. ബനു ഹാഷിമിന് വിറ്റ ഒരാളിൽ നിന്ന് ഞങ്ങൾ ചരക്ക് വാങ്ങൂല. അഥവാ നിങ്ങൾക്ക് ബനു ഹാഷിമിന് വിറ്റേ പറ്റൂ എന്നുണ്ടെങ്കിൽ വില കൂട്ടിയിട്ടേ വിൽക്കാവുള്ളൂ. അങ്ങനെ അവരുടെ കയ്യിൽ വാങ്ങാൻ കാശുണ്ടായിരുന്നില്ല. അപ്പൊ അങ്ങനെ വളരെയധികം പ്രയാസപ്പെട്ടു. അപ്പോഴാണ് നമ്മൾ കേട്ടത് ഇല പറിച്ച് തിന്നത്, ലെതറിന്റെ തോലിന്റെ ചെരുപ്പുകൾ വെള്ളത്തിലിട്ട് പുഴുങ്ങിയിട്ട് വെള്ളം കുടിച്ച സംഭവങ്ങൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഉണ്ടായിരുന്ന ആളുകൾ പറഞ്ഞ, ഞങ്ങള് ആടുകളെ പോലെയാണ് കാഷ്ടിച്ചിരുന്നത് ഈ ഇല മാത്രം തിന്നിട്ട്. ഭക്ഷണവും പോഷകാഹാരവും ഇല്ലാതെ കുറെ ആളുകൾ മരിച്ചു, വരും കുഞ്ഞുങ്ങളൊക്കെ മരിച്ചു. അങ്ങനെ ഉപരോധം പിൻവലിച്ചു. വേറെ ചില ആളുകളുടെ ഇടപെടൽ മൂലം 3 കൊല്ലത്തിന് ശേഷം ഉപരോധം പിൻവലിച്ചു. പക്ഷേ ഉപരോധത്തിൽ സ്വതവേ വൃദ്ധനായിരുന്ന അബൂ ത്വാലിബ് വളരെയധികം പ്രയാസപ്പെടുകയും അതിന് ശേഷം അധികം താമസിയാതെ അദ്ദേഹം മരണപ്പെടുകയും ചെയ്തു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ലഭിച്ച വലിയ തണലായിരുന്നു അബൂ ത്വാലിബ്. അബൂ ത്വാലിബ് മരണപ്പെട്ട ആ വിഷമം പേറി നബി നിൽക്കുമ്പോൾ 1 മാസം കഴിഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും വലിയ ബലമായിരുന്ന ഖദീജ ബീവി റളിയല്ലാഹു അൻഹ അവരും മരണപ്പെട്ടു. അങ്ങനെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധിയിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്തെറിയപ്പെട്ടു. ഇനി എന്തെങ്കിലും പ്രയാസം ഉണ്ടെങ്കിൽ വീട്ടിൽ വന്ന വലിയ ആശ്വാസമായിരുന്നു ഖദീജ ബീവിയുടെ. ആദ്യം തന്നെ പേടിച്ചു വന്നപ്പോ, എന്തിനാ പേടിക്കുന്നത്, അള്ളാഹു അബദ, അള്ളാഹു ആണ് താങ്കളെ അള്ളാഹു നിന്ദിക്കൂല. കാരണം താങ്കൾ നല്ലത് മാത്രമേ ചെയ്തിട്ടുള്ളൂ. അപ്പൊ അതുകൊണ്ട് താങ്കളെ അള്ളാഹു ഒരിക്കലും നിന്ദിക്കൂല. അതുകൊണ്ട് പേടിക്കണ്ട, ധൈര്യമായിട്ടിരിക്കും. ഇങ്ങനെ ധൈര്യം കൊടുത്തുകൊണ്ടിരിക്കുന്ന ആളായിരുന്നു ഖദീജ ബീവി. ആ ഖദീജ ബീവി മരണപ്പെട്ടതോടുകൂടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെയധികം പ്രയാസപ്പെട്ടു. പക്ഷെ അതിനേക്കാൾ വലിയ ഒരു പ്രതിസന്ധിയായിരുന്നു ഉണ്ടായിരുന്നത്. ഉപരോധം നീക്കപ്പെട്ടിട്ടുണ്ട്, പക്ഷേ
അബൂ താലിബിനെ ബഹുമാനിച്ചുകൊണ്ട് പലരും നബിയെ ഉപദ്രവിക്കാതിരുന്നു. ഇപ്പം ചില ആളുകളൊക്കെ നബിയെ ഉപദ്രവിക്കാൻ തുടങ്ങി. വഴിയിൽ വെച്ച് കണ്ടപ്പോ ഞങ്ങളുടെ മതത്തെ നശിപ്പിച്ചവൻ എന്നൊക്കെ പറഞ്ഞ് മണ്ണ് വാരി എറിഞ്ഞ സംഭവമൊക്കെ ഉണ്ടായിട്ടുണ്ട്. ചെറിയ കുട്ടികൾ വരെ കല്ലെടുത്ത് എറിയാനൊക്കെ തുടങ്ങി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് തോന്നി ഇവിടെ മുന്നോട്ട് പോകാൻ കഴിയില്ല. അങ്ങനെ മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഞാനും വിശ്വാസികളും ബാക്കിയുണ്ടാവില്ല. നബിയെ തന്നെ, അതായത് ഖുറൈശികളുടെ നേതൃസ്ഥാനത്ത് എത്തേണ്ടിയിരുന്ന എല്ലാം കൊണ്ടും ഖുറൈശികളുടെ ഇടയിൽ പ്രമുഖനായിരുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തന്നെ ഉപദ്രവിക്കുകയാണെങ്കിൽ പിന്നെ മറ്റ് പാവപ്പെട്ട വിശ്വാസികളുടെ കഥ പറയാനുണ്ട്. ബിലാലിനെ പോലെ, ഹബ്ബാബിനെ പോലെ, യാസിറിനെ പോലെ, അമ്മാറിനെ പോലെ, ഖുബൈബിനെ പോലെ റളിയല്ലാഹു അൻഹു, അതുപോലെയുള്ള പാവപ്പെട്ട ആളുകളുടെ കാര്യം പറയാനുണ്ടോ? അവരൊക്കെ വളരെ അതിക്രൂരമായ തരത്തിൽ തന്നെ പീഡിപ്പിക്കപ്പെട്ടിരുന്നു. ഇപ്പൊ ഈ സന്ദർഭത്തിൽ ഏതെങ്കിലും ഒരു ഗോത്രത്തിന്റെ പിന്തുണ തനിക്ക് കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും എന്തെങ്കിലുമൊക്കെ ഒരു ധൈര്യം, എന്നെ അങ്ങനെ ആളുകൾ ഉപദ്രവിക്കാൻ, എന്നെ വിശ്വാസികളെയും ആളുകളെ ഉപദ്രവിക്കാൻ ധൈര്യപ്പെടൂല എന്നുള്ള ഒരു തോന്നല് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉണ്ടായി. അങ്ങനെയാണ് നബി ത്വായിഫിലേക്ക് പോകുന്നത്. ത്വായിഫ് 85 കിലോമീറ്റർ ദൂരെയാണ്. പക്ഷെ ഉപരോധം, അതുപോലെ തന്റെ കൂടെ ഉണ്ടായിരുന്ന ആളുകളുടെ മരണമൊക്കെ കാലം ഒന്നും ഉണ്ടായിരുന്നില്ല. അവർക്ക് ഒരു ഒട്ടകങ്ങളോ ആടുകളോ ഒന്നും ഇല്ലാത്ത അവസ്ഥയിലായിരുന്നു. ഈ 85 കിലോമീറ്റർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നടന്നാണ് പോയത്. കൂടെ സെയ്ദ് ബിൻ ഹാരിസ് ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. തായിഫിലേക്ക് നബി നടന്നു പോയി. നബി അവിടെ തായിഫിൽ ചെന്ന് അവിടെ പലയിടത്തായിട്ട് താമസിച്ചു. ബനു സഖീഫ്, ഹവാസിൻ, രണ്ടു ഗോത്രങ്ങളായിരുന്നു അവിടുത്തെ പ്രമുഖര്. നബിയുടെ കുടുംബക്കാരായിരുന്നു. അവരുടെ കൂടെ ഓരോരുത്തരെയും, പ്രമുഖരായ ഓരോരുത്തരെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേരിട്ട് കാണുകയും അവരെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുകയും ചെയ്തു. അവര് നബിക്കൊരു ഒന്നുമില്ലെങ്കിൽ കുടുംബക്കാരൻ എന്ന അർത്ഥത്തിൽ ഒരു മാനസിക പിന്തുണ കൊടുക്കുമെന്നാണ് വിചാരിച്ചത്. പക്ഷേ നേരത്തെ തന്നെ ഖുറൈശികൾ ഭീഷണിപ്പെടുത്തിയത് എന്താണെന്ന് അറിയില്ല. അവര് നബിക്ക് പിന്തുണ കൊടുക്കാൻ തയ്യാറായില്ല. അവരുടെ നേതാക്കന്മാരൊക്കെ തന്നെ നബിയെ തള്ളി പറയുകയാണ് ചെയ്തത്. അവസാനം അവര് നബിയോട് സ്ഥലം വിട്ടു പോയിക്കൊള്ളാൻ പറഞ്ഞു. കാരണം മുഹമ്മദ് അവിടെ നിന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ചെറുപ്പക്കാരെ നാശാക്കും, അങ്ങനെ പറഞ്ഞു. അതുകൊണ്ട് സ്ഥലം വിട്ടു പോയിക്കൊള്ളാനാ പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങനെ മനസ്സില്ലാ മനസ്സോടെ, അതായത് ചെന്ന ആവശ്യം നടക്കാതെ അവിടുന്ന് തിരിച്ചു പോരാണ്. തിരിച്ചു പോരുന്ന സമയത്ത് ഇവര് നാട്ടിലെ തണ്ടിപ്പിള്ളേരെയും മറ്റുമൊക്കെ വിട്ടിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഓടിച്ചു, കല്ലെടുത്തെറിഞ്ഞു. നിരന്തരമായ ഏറ് ചിലതൊക്കെ നബിക്ക് കൊണ്ടു. നബിയുടെ നെറ്റി പൊട്ടി, ചോരൊലിച്ചു, നബിയുടെ കാൽമുട്ട് പൊട്ടി, നബിയുടെ കാലിന് 2-3-4 ഏറുകൾ കൊണ്ടു, രക്തം ഒലിച്ചു തുടങ്ങി. ചില നിവേദനങ്ങൾ ഇബ്നു ഹിഷാമിന്റെ ചരിത്രത്തിലൊക്കെ കാണാൻ സാധിക്കും. നബി ഒരു തോലിന്റെ ഷൂസ് ഇട്ടിരുന്നു. ആ ഷൂസ് രക്തം കൊണ്ട് നിറഞ്ഞു എന്ന്. അത്രമാത്രം ഏറ് നബിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നബി അവിടുന്ന് ഓടി രക്ഷപ്പെടും. നമുക്കറിയാം, നബി ഓടി രക്ഷപ്പെടുന്ന സമയത്ത് മക്കയിലെ പ്രമുഖരായ 1-2 ആളുകളുടെ ഒരു തോട്ടമുണ്ട് അവിടെ. ആ ഒരു തോട്ടത്തിലേക്കാണ് നബി പോയത്. നബി അവിടെ ഇരുന്നപ്പോൾ ആ തോട്ടത്തിന്റെ ഓണേഴ്സായ ഖുറൈശികൾ അവിടെ ഉണ്ട്. അവര് കണ്ടപ്പോ ഒന്നുമില്ലെങ്കിൽ മക്കാരനല്ലേ, അപ്പൊ അവർക്ക് ഒരു അലിവ് തോന്നി. അവര് നിഷേധികൾ തന്നെയാണ്, ഖുറൈശി നേതാക്കളാണ്. അപ്പൊ അവരുടെ അടിമയായിരുന്ന അദ്ദാസ് എന്ന് പറയുന്ന അടിമയുടെ അടുത്ത് കുറച്ച് മുന്തിരിയും വെള്ളമൊക്കെ നബിക്ക് കൊടുത്തയച്ചു. നബി അത് വാങ്ങിക്കഴിച്ചു, വെള്ളമൊക്കെ കുടിച്ച്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കർണു മനാസിൽ, ഇന്നിപ്പം ഒരുപക്ഷെ ഉംറ ചെയ്യാൻ പോയിട്ടുള്ള ആൾക്കാർക്കൊക്കെ അറിയായിരിക്കും, നമ്മൾ ഈ ഇഹ്റാം കെട്ടുന്ന സ്ഥലമാണ് കർണു മനാസിൽ, അല്ലെങ്കിൽ സൈലുൽ കബീർ എന്ന് പറയും. അവിടെ നബി ഇരുന്നു കൊണ്ട് ദീർഘമായിട്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു. ഈ രക്തം നിൽക്കുകയാണ്, അതായത് രക്തം കഴുകുന്നതിന് മുമ്പാണ് ഈ പ്രാർത്ഥന നബി നടത്തിയത്. അങ്ങനെ നബി എന്റെ പ്രയാസമെല്ലാം പറഞ്ഞു. ഒരാളും എന്നെ സഹായിക്കാനില്ലാത്ത നിസ്സഹായാവസ്ഥ എല്ലാം പറഞ്ഞുകൊണ്ട് നബി ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് ആകാശം കറുത്തിരുണ്ടു. നബി മേലോട്ട് നോക്കിയപ്പോ തൂവെള്ള നിറത്തിൽ ജിബ്രീൽ അലൈഹിസ്സലാം
പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. ജിബ്രീൽ അലൈഹി ഇസ്ലാം പറഞ്ഞു, തായിഫ് നഗരം രണ്ട് മലയുടെ ഇടയിലാണ്. ആ രണ്ട് മലയുടെ ഉത്തരവാദിത്വമുള്ള രണ്ട് മലക്കുകളുണ്ട്. ഓരോ മലക്കും ഓരോ സംരക്ഷകരായിട്ട് മലക്കുകളുണ്ടെന്നാണ്. ഓരോ മൗണ്ടെയിൻസ്, ഓരോ കുന്നുകളുടെയും മലകളുടെയും സംരക്ഷകരായിട്ട് മലക്കുകളുണ്ട്. ആ രണ്ട് മലക്കുകളോടും അള്ളാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചിരിക്കുന്നു, താങ്കൾ പറയുന്നതെല്ലാം അനുസരിക്കാൻ. അതുകൊണ്ട് ആ മലക്കുകൾ താങ്കളോട് സംസാരിക്കും. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഈ തായിഫിലെ രണ്ട് വലിയ മലകളെ സംരക്ഷിക്കുന്ന മലക്കുകൾ നബിയുടെ അടുത്തേക്ക് വന്ന് നബിയോട് ചോദിച്ചു, അള്ളാഹുവിന്റെ റസൂലെ, താങ്കൾ ഉപദ്രവിച്ച ഈ സമൂഹത്തെ ഈ രണ്ട് മലകളും പിഴുന്ന് അവരുടെ മേലിട്ട് അവരെ നശിപ്പിക്കട്ടെ, അതിന് അനുവാദം തരണമെന്ന് പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ട് കൈകളും മുകളിലേക്ക് ഉയർത്തി അള്ളാഹുവിനോട് പറഞ്ഞു, അല്ലാഹുമ്മ ഗ്ഫിർ ലി ഖൗമി, അല്ലാഹുമ്മ ഗ്ഫിർ ലി ഖൗമി ഫഇന്നഹും ലാ യഅലമൂൻ. അള്ളാഹു എൻ്റെ സമൂഹത്തിന് നീ പുറത്തു കൊടുക്കണേ, അവർക്ക് അറിവില്ലായിട്ടല്ലേ. അവർ സ്വീകരിച്ചിട്ടില്ലെങ്കിലും അവരുടെ തലമുറയിൽ നിന്ന് നിന്റെ തൗഹീദിനു വേണ്ടി, നിന്റെ ഏകത്വത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു തലമുറ ഉയർത്തെഴുന്നേൽക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതുകൊണ്ട് അവർക്ക് നീ പുറത്തു കൊടുക്കണേ റബ്ബെ എന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു. ശേഷമാണ് നബി ഈ തോട്ടത്തിലേക്ക് പോയതും അവിടെ പോയിരുന്നതും. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് ഈ അദ്ദാസ് എന്ന് പറയുന്ന ഭൃത്യൻ വന്നു. ഈ ഭൃത്യൻ ഇറാഖിൽ നിന്നുള്ള ആളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയാളോട് സംസാരിച്ചു, താങ്കൾ എവിടെ നിന്നുള്ളതാണ്? ഞാൻ നൈനവ എന്ന് പറയുന്ന പ്രദേശത്ത് നിന്നുള്ളതാണ്, ഞാൻ അവിടെയാണ് ജനിച്ചു വളർന്നത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നൈനവ ഇറാഖിലെ ഏതോ ഒരു പട്ടണമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉടൻ ചോദിച്ചു, യൂനിസിനെ അറിയുമോ? നിങ്ങൾ കേട്ടിട്ടുണ്ടോ യൂനിസിനെ? അപ്പോ അദ്ദാസിന് ഭയങ്കര അത്ഭുതം. കാരണം തങ്ങളുടെ നാട്ടിലെ ചരിത്രത്തിൽ ഒരു യൂനുസ് ഉണ്ട്, പ്രവാചകനാണെന്ന് പറഞ്ഞിരുന്ന ഒരാൾ. വളരെ സവിശേഷമായ ഒരു ചരിത്രം ആ പ്രവാചകനുണ്ട്. അയാളെ കടലിൽ പോയ സമയത്ത് തിമിംഗലം വിഴുങ്ങുകയും പിന്നീട് തിരിച്ചു തുപ്പുകയും ചെയ്തു. അപ്പൊ അദ്ദാസ് ചോദിക്കുകയാണ്, യൂനുസുബിന് മത്ത, മത്തയുടെ മകൻ യൂനുസിനെ കുറിച്ചാണോ നിങ്ങൾ സംസാരിക്കുന്നത്? അപ്പൊ നബി പറയണം, അതെ. എന്റെ അപ്പൊ താങ്കൾക്ക് എങ്ങനെ അറിയാം? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ അള്ളാഹുവിന്റെ പ്രവാചകനാണ്, അദ്ദേഹവും അള്ളാഹുവിന്റെ പ്രവാചകനായിരുന്നു, ഞങ്ങൾ പ്രവാചകന്മാര് സഹോദരന്മാരാണ്. തിമിംഗലം വിഴുങ്ങിയ ആ യൂനുസിന്റെ സഹോദരനാണ് ഞാൻ. ഈ പ്രബോധന പ്രവർത്തനങ്ങൾ ചെയ്തതിന്റെ പേരിലാണ് എന്നെ ഈ എറിഞ്ഞ് ഓടിച്ചിരിക്കുന്നത് എന്ന് പറയുകയുണ്ടായി. അദ്ദാസ് പിന്നീട് ഇസ്ലാം സ്വീകരിച്ചു എന്നും ഒക്കെ പറയപ്പെടുന്നുണ്ട്, അല്ലാഹു ആലം. എന്തായാലും ഈ സംഭവത്തിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പിന്നീട് മക്കയിലേക്ക് വരാൻ മടിയായിട്ട് കുറച്ചു കാലം നഖല എന്ന് പറയുന്ന പ്രദേശത്ത് താമസിച്ചു. ആ താമസിച്ച സന്ദർഭത്തിലാണ് ഈ സൂറത്തുൽ അഹ്കാഫ് ഉൾപ്പെടെയുള്ള ചില സൂറത്തുകൾ നബിക്ക് അവതരിപ്പിക്കപ്പെട്ടത് എന്ന് ചരിത്രത്തിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും. അതാണ് ഇതിന്റെ ഒരു അവതരണ പശ്ചാത്തലം എന്ന് പറയുന്നത്. ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിലേക്ക് തന്നെ തിരിച്ചു വരുന്നു. വീണ്ടും പ്രബോധന പ്രവർത്തനങ്ങളുമായിട്ട് ഏകദേശം 3 വർഷത്തോളം നബി മക്കയിൽ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ ഹിജറയുടെ 11-ാം വർഷം ആദ്യത്തെ ഒരു സഹായഹസ്തം മദീനയിൽ നിന്ന് നബിക്ക് കിട്ടണം അപ്രതീക്ഷിതമായിട്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ വന്ന സന്ദർഭത്തിൽ മദീനയിൽ നിന്ന് ഉംറ നിർവഹിക്കാൻ വന്ന ഔസ് ഖസ്റജ് ഗോത്രത്തിലെ പ്രമുഖരായ ആളുകൾ, ഏകദേശം 70 ആളുകൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അഖബ എന്ന് പറയുന്ന കഅബയുടെ അടുത്ത് കുറച്ച് ദൂരം മാറിയിട്ട് ആരും കാണാത്തൊരിടത്ത് വെച്ച് രഹസ്യമായിട്ട് സന്ധിക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഉടമ്പടി ചെയ്യുകയും നബിയിൽ വിശ്വസിക്കുകയും ചെയ്തു. അങ്ങനെ 1-ാം അഖബ ഉടമ്പടി കഴിഞ്ഞ സന്ദർഭത്തിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹുവിനെ മദീനയിലേക്ക് അയക്കുന്നത്. മദീനയിലെ ഇസ്ലാം പ്രചരിപ്പിക്കാനും ഇസ്ലാമിനെ അവിടെ അവതരിപ്പിക്കാനും വേണ്ടിയിട്ടായിരുന്നു മിസ്അബ് റളിയല്ലാഹു അൻഹുവിനെ അയക്കുന്നത്. അതിനുശേഷം 2-ാമത്തെ അഖബ ഉടമ്പടിയിൽ വെച്ചാണ് പിറ്റത്തെ വർഷം വന്നപ്പോൾ അവിടെ അവിടൊക്കെ അഖബയിൽ വെച്ച് തന്നെ വീണ്ടും കണ്ടുമുട്ടി. ആ സന്ദർഭത്തിൽ വെച്ചാണ് അവർ നബിയെ മദീനയിലേക്ക് വിളിക്കുന്നത്. അതിനുശേഷമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് പോകുന്നത്. അപ്പോൾ മദീനയിലേക്ക് പോകുന്നതിന് മുമ്പ് തങ്ങളുടെ മക്കളെ സംരക്ഷിക്കുന്നതിനേക്കാൾ ഉപരിയായിട്ട് ഞങ്ങൾ മുഹമ്മദിനെ സംരക്ഷിച്ചു കൊള്ളാമെന്ന് അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉൾപ്പെടെയുള്ളവർക്ക് അവർ വാക്കു കൊടുത്തിരുന്നു.
മദീനക്കാര് ഞങ്ങൾ സംരക്ഷിക്കാം എന്ന് ആവർത്തിച്ച് പറഞ്ഞപ്പോഴും നിങ്ങൾ മുഹമ്മദിനെ സംരക്ഷിക്കുമെന്ന് ആവർത്തിച്ച് ഇദ്ദേഹം ചോദിക്കുന്നു. അപ്പൊ അവസാനം ഔസ് ഗോത്രത്തലവൻ പറയാണ്, ഞങ്ങളുടെ മക്കളെ നോക്കിയില്ലെങ്കിൽ ഞങ്ങൾ മുഹമ്മദിനെ നോക്കുന്നു. ആ വാക്ക് അവർ അക്ഷരം പ്രതി പാലിച്ചു. നമുക്കറിയാം അൻസാറുകളുടെ സ്വഭാവവും അൻസാറുകളുടെ പെരുമാറ്റവും പിന്നീട് ചരിത്രത്തിൽ അവരെങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ നിന്നതെന്ന് നമുക്കറിയാൻ പറ്റും. അത് അഖബ ഉടമ്പടി അവർ അതേ അർത്ഥത്തിൽ പാലിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അംബാസഡർ ആയിട്ട് മദീനയിലേക്ക് പോയ മിസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു 2 വർഷത്തിനിടയിൽ മദീനയിൽ എത്താത്ത ഒരു വീട് പോലും ഇല്ലായിരുന്നു. എല്ലാ വീട്ടിലും അദ്ദേഹം എത്തിയിരുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ അതായിരുന്നു ആ പ്രബോധനത്തിന്റെ ചരിത്രം. ഈ ഒരു സാഹചര്യത്തിൽ, അതായത് ഏറ്റവും പ്രതിസന്ധി നേരിട്ട ഒരു ഘട്ടത്തിലാണ് ഈ സൂറത്ത് അവതരിക്കുന്നത്. അതാണ് സൂറത്തിന്റെ അവതരണ പശ്ചാത്തലം. സൂറത്തിന്റെ പ്രതിപാദ്യത്തിലേക്ക് വരികയാണെങ്കിൽ, ഇതിൽ ഏറ്റവും മുതൽ മക്ക കാലഘട്ടത്തിൽ അവതരിച്ച സൂറത്തുകളും മദീന കാലഘട്ടത്തിൽ അവതരിച്ച സൂറത്തുകളും തമ്മിൽ ചില പ്രത്യേകതകളുണ്ട്. മക്ക കാലഘട്ടത്തിലെ അവതരിച്ച സൂറത്തുകൾക്ക് പൊതുവെയുള്ള പ്രത്യേകത, അവ ഏകദൈവത്വത്തിൽ ഊന്നിയിട്ടായിരിക്കും സംസാരിക്കുക. അങ്ങനെ ഏകദൈവം, തൗഹീദ്, റിസാലത്ത്, പ്രവാചകത്വം, ആഖിറത്ത്, പരലോകം, ഇതിനെക്കുറിച്ചാണ്. അതായത് അന്ന് അവിടെ പ്രധാനമായിട്ട് വേണ്ടത് ഏകദൈവത്വം. മക്കയെ പോലെയുള്ള ഒരു സ്ഥലത്ത് 300ഓളം വിഗ്രഹങ്ങൾ കഅബാലയത്തിനകത്തിരിക്കുമ്പോൾ ആ വിഗ്രഹങ്ങളുടെ എല്ലാം നേതാവായിട്ട് ഹുബലും, പിന്നെ ലാത്ത, ഉസ്സ, മനാത്ത തുടങ്ങിയിട്ടുള്ളവയും, ഇസാഫ്, നായില തുടങ്ങി പുറത്തുള്ള വിഗ്രഹങ്ങളും, അങ്ങനെ എന്തിനേറെ ഇബ്രാഹിം നബിയുടെ, ഇസ്മായിൽ നബിയുടെ ഉൾപ്പെടെയുള്ള വിഗ്രഹങ്ങൾ. കഅബാലയത്തിനകത്ത് 300ഓളം വിഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു. ആ വിഗ്രഹങ്ങളെ പൂജിച്ചുകൊണ്ടിരുന്ന ഒരു പശ്ചാത്തലത്തിൽ അവർക്ക് ഓരോരുത്തർക്കും നിവേദ്യങ്ങളും ഒക്കെ ഉണ്ടാക്കിക്കൊണ്ട് അതിനു വേണ്ടിയിട്ട് ഇങ്ങനെ നടന്നിരുന്ന, മുണ്ടഴിച്ച് അല്ലെങ്കിൽ ഉടുതുണിയില്ലാതെ ഹജ്ജ് നിർവഹിച്ചിരുന്ന ഒരു ജനവിഭാഗത്തിനിടയിൽ നിങ്ങളുടെ നാഥൻ അള്ളാഹു ആണ് എന്നുള്ള ഊന്നൽ മാത്രമായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയിരുന്നത്. അതുകൊണ്ടാണ് ബിലാൽ റളിയല്ലാഹു അൻഹു അഹദ് അഹദ് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നത്. ബിലാൽ റളിയല്ലാഹു അൻഹു മണലിലിട്ടു അദ്ദേഹത്തിന്റെ യജമാനൻ ഉമയ്യത്ത് ക്രൂരമായി പീഡിപ്പിക്കുമ്പോഴും അഹദ് 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 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കാൻ കാരണം ഏകത്വത്തിൽ ഊന്നിയായിരുന്നു. ഒന്നേ ഉള്ളൂ, അതിനപ്പുറത്തേക്കില്ല, ഒന്നേ ഉള്ളൂ. മറ്റുള്ളവരെയൊക്കെ ആരാധിക്കണം എന്ന് പറഞ്ഞ ഒരു അഡ്ജസ്റ്റ്മെന്റിനൊക്കെ അവർ നബിയോട് ശ്രമിച്ചിരുന്നു. ഒരു വർഷം നമുക്ക് ലാത്ത, ഉസ്സ എല്ലാത്തിനെയും കൂടി ആരാധിക്കാം, ഒരു വർഷം നമ്മളെല്ലാവരും കൂടിയിട്ട് അള്ളാഹുവിനെ ആരാധിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സംഭവിക്കൂല. അപ്പൊ അവർ പറഞ്ഞ് പകുതി, 1.5 വർഷം അള്ളാഹുവിനെ ആരാധിക്കുക, 6 മാസം. സമ്മതിക്കൂല. അവസാനം അവർ 1 മാസമാക്കി. 11 മാസവും അള്ളാഹുവിനെ ആരാധിക്കുക, 1 മാസം നമ്മുടെ ബിംബങ്ങളെ. അഡ്ജസ്റ്റ്മെന്റ്. അതിന് പുറമെ നിങ്ങൾക്ക് വേണമെങ്കിൽ കാശ് തരാം, ഏറ്റവും നല്ല സ്ത്രീയെ കല്യാണം കഴിപ്പിച്ചു തരാം, രാജാധികാരം തരാം, എന്താ വേണ്ടെന്ന് വെച്ചൊക്കെ തരാം. അത് സമ്മതിക്കൂല. അവസാനം ഒരു ദിവസം 364 ദിവസവും അള്ളാഹുവിന് ബാത്ത് ഒരൊറ്റ ദിവസം ലാത്ത, ഉസ്സ, മനാത്തൊക്കെ ബാത്തു ചെയ്തൂടെ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ എന്റെ വലത് കയ്യിൽ സൂര്യനെയും ഇടത് കയ്യിൽ ചന്ദ്രനെയും വെച്ച് തന്നാൽ പോലും അള്ളാഹു അല്ലാത്ത ഒരു ബിംബത്തിന്റെ മുന്നിലും ഒരു നിമിഷം പോലും ഞാൻ തലകുനിക്കൂല. ഹുവല്ലാഹുല്ലദീ ലാ ഇലാഹ ഇല്ലാഹു. ഒരൊറ്റ ഇലാഹേ ഉള്ളൂ, ബാക്കിയുള്ളത് നിങ്ങൾ പറയുന്നതൊക്കെ തന്നെ ബാത്തിലാണ്. ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ. അത് ഏതൊരു സാഹചര്യത്തിലാക്കണം. ആകെ 10-30 ആളുകളെ കൂടെയുള്ളൂ. ആ ഒരു സന്ദർഭത്തില് സ്വേച്ഛാധിപത്യത്തിന്റെ മുഖത്ത് നോക്കി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ വലാ അൻതും ആബിദൂന മാ അഅ്ബുദു വലാ അനാ ആബിദും മാ അബദും വലാ അൻതും ആബിദൂന മാ അഅ്ബുദു ലക്കും ദീനുക്കും വലിയ ദീൻ. നിങ്ങൾ ആരാധിക്കുന്ന വസ്തുക്കളെ ഞാൻ ആരാധിക്കുന്നില്ല, എന്റെ ആരാധന നിങ്ങളും ആരാധിക്കില്ല, നിങ്ങൾക്ക് നിങ്ങളുടെ മതം, എനിക്ക് എന്റെ മതം. ധൈര്യത്തിലുള്ള ഒരു പ്രഖ്യാപനമായിരുന്നു. അങ്ങനത്തെ ഒരു ഇടത്തില് തൗഹീദിനെ ഊന്നിയിട്ടാണ് സംസാരിക്കുക. അതാണ് മക്ക കാലഘട്ടത്തിൽ തൗഹീദിനായിരുന്നു ഏറ്റവും ഊന്നൽ എന്ന് പറയാൻ കാരണം. അതോടൊപ്പം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നുബുവത്ത് ഊന്നിയിരുന്നു. അതോടൊപ്പം പരലോകം, അവർ പരലോകത്തെ നിഷേധിച്ചിരുന്നു. അതുകൊണ്ടാണ് പരലോകത്തെ ഊന്നി പറഞ്ഞിരുന്നത്. അള്ളാഹുവിനെ അവർ അംഗീകരിച്ചിരുന്നു. അള്ളാഹുവിന്റെ ഏകത്വമാണ് അംഗീകരിക്കാറുണ്ട്. അള്ളാഹുവിന്റെ കൂടെ അസിസ്റ്റന്റുകളുണ്ട്. വജഅലുൽ മലായികത അല്ലദീന ഹും ഇബാദുർ റഹ്മാനി ഇനാസ. മലക്കുകൾ അള്ളാഹുവിന്റെ പെൺകുട്ടികളാ. അള്ളാഹുവിന് അസിസ്റ്റന്റ് ഉണ്ട്.
ഇലല്ലാഹി സുൽഫ, അള്ളാഹുലേക്ക് എത്തിക്കുന്ന ആളുകളാണ്. ലാത്ത ഉസ്സ മനാത്തൊക്കെ അബ്രാഹിത്തുമുൽ ലാത്ത വൽ ഉസ്സ വ മനാത്ത സാലിസത്തൽ ഉഖ്റ അലക്കുമുദ് ദക്കറു വലഹുൽ ഉൻസ. ഇതൊക്കെ അള്ളാഹുവിന്റെ അസിസ്റ്റന്റുകളാണ്. ഒരു വേള അള്ളാഹുവിന്റെ ഏറ്റവും മുതിർന്ന പെൺകുട്ടികളാണ്. അവരൊക്കെ അള്ളാഹുവിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അള്ളാഹു തന്നെയാണ് ആകാശഭൂമികളുടെ സൃഷ്ടിപ്പ്. അള്ളാഹുവിന്റെ തിരക്ക് കാരണം എല്ലാത്തിലും ഒന്നും ഇടപെടാൻ കഴിയില്ല. അപ്പൊ അതുകൊണ്ട് ചില ചില കാര്യങ്ങളൊക്കെ അങ്ങനെ അസിസ്റ്റന്റുകളെ ഏൽപ്പിച്ചിരിക്കുകയാണ്. അങ്ങനെയായിരുന്നു അവരുടെ വാദം. പക്ഷേ പ്രയോഗ തലത്തിൽ അവര് ലാത്തയെയും മുസയെയും മനാത്തയെയും ഹുബിലിനെയും ഒക്കെ തന്നെയാണ് ആരാധിച്ചിരുന്നത്. അവിടെ അള്ളാഹുവിനൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ കാബ ആക്രമിക്കാൻ വേണ്ടിയിട്ട് യമനിലെ അബ്രഹത്ത് രാജൻ ആനപ്പടയുമായി വന്നപ്പോൾ ലാത്തക്കും മുസക്കും ഹുബിലിനും സ്ഥിരമായിട്ട് ഇബാദത്ത് ചെയ്തുകൊണ്ടിരുന്ന ആ കുറേശികളുടെ കൂട്ടത്തിലെ തലവനായിരുന്ന അബ്ദുൽ മുത്തലിബ് അന്ന് അബ്രഹത്ത് രാജാവിനോട് പറഞ്ഞു, അന റബ്ബുൽ ഇബിൽ, ഞാൻ ഒട്ടകത്തിന്റെ റബ്ബാണ്, ഒട്ടകത്തിന്റെ ആളാണ്, യജമാനനാണ്. അതുകൊണ്ട് എന്റെ ഒട്ടകത്തിനെ ഈ നേതാവിന്റെ അല്ലെങ്കിൽ മക്കയിലെ രാജാവിന്റെ ഒട്ടകത്തെ പിടിച്ചു വെച്ചിട്ട് പ്രഷറൈസ് ചെയ്യായിരുന്നു അബ്രഹത്ത് ചെയ്തത്. അപ്പോ അബ്രഹത്തിനെ നേരിട്ട് പോയി കണ്ടു അബ്ദുൽ മുത്തലിബ്. എന്നിട്ട് പറഞ്ഞു, അന റബ്ബുൽ ഇബിൽ, ഞാന് ഈ ഒട്ടകങ്ങളുടെ നാഥനാണ്, എനിക്ക് എന്റെ ഒട്ടകത്തെ വിട്ടെന്നാളെ, എനിക്ക് ഈ കാബയുമായിട്ടൊരു ബന്ധമില്ല, കാബയുടെ ഉടമസ്ഥൻ ഞാനല്ല, വലി ബൈത്തിൻ റബ്ബുൻ യഹ്മി, കാബയെ സംരക്ഷിക്കാൻ വേറെ നാഥനുണ്ട്, അതിന്റെ നാഥൻ സംരക്ഷിച്ചോളൂ. അപ്പോ അബ്രഹത്ത് പറയണം, എന്നാ പിന്നെ നിങ്ങള് ആളുകളോടൊന്ന് മാറി നിൽക്കാൻ പറയും, ഞാൻ ഈ കാബ ഒന്ന് പൊളിച്ചോട്ടെ, ഇതിവിടെ ഉള്ളത് കൊണ്ടാണ്. ഞാൻ അവിടെ വേറെ ഒരു വെള്ളക്കെട്ടിടം ഉണ്ടാക്കിയിട്ടുണ്ട്, അതിലേക്ക് ആളുകൾ വരാത്തത് ഇതിവിടെ ഉള്ളത് കൊണ്ടാ. അപ്പൊ അബ്ദുൽ മുത്തലിബ് പറഞ്ഞു, ഞാനത് പറഞ്ഞോളാം, ഖുറൈശികളെ ഈ യമനിൽ നിന്ന് വന്ന ഈ രാജാവിന് കാബ പൊളിക്കണം, എത്ര എല്ലാരും ഒന്ന് മാറിക്കൊടുത്തോ. അങ്ങനെയാണ് അവര് മാറി നിൽക്കുന്നു. അബ്രഹത്ത് ആനപ്പടയുമായി വരുന്നു. മീന വിട്ട് ഇങ്ങോട്ട് വന്നില്ല. കാബയുടെ അടുത്തേക്ക് പോയിട്ട് മീനായുടെ അപ്പുറത്തേക്ക് വരാൻ പറ്റില്ല. മീനായിൽ വെച്ച് ഈ ആന മുന്നോട്ട് പോകുന്നത് നിൽക്കുന്നു. ആനയെ അടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ നോക്കുന്നു, നടക്കുന്നില്ല. പെട്ടെന്ന് ആകാശം കറുത്തിരുളുന്നു. അവിടെ നബാബിൽ പക്ഷികൾ ചൂളക്കല്ലുകളുമായി വന്ന് അവരുടെ മേലിരുന്നു. അലന്തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ. അങ്ങനെ അവർ നശിപ്പിക്കപ്പെടുന്നു. ഫജാലഹും കാസ്ഫിം മഅകൂൽ, കന്നുകാലികൾ തിന്ന വൈക്കോൽ പോലെ ആക്കി കളയുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, അള്ളാഹുവിന്റെ കഴിവിനെ അവരുടെ മുന്നിലാണ് കാബ അള്ളാഹു സംരക്ഷിച്ചത്. എന്നാൽ പോലും അവർ ലാത്തയെയും മുസയെയും മനാത്തയെയും തന്നെ ആരാധിച്ചു കൊണ്ടിരുന്നു. അപ്പൊ അവരുടെ മുന്നിൽ തൗഹീദ് ആണയിട്ട് പറയുകയാണ്. ഈ ആനക്കലഹം നടന്ന അതേ വർഷമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിക്കുന്നത്. അപ്പൊ അവരുടെ മുന്നിൽ തൗഹീദിനെ തന്നെയാണ് ഇട്ടത്. അതാണ് മക്ക കാലഘട്ടത്തിലെ പ്രത്യേകതകൾ എന്ന് പറയുന്നത്. തൗഹീദ്, റിസാലത്ത്, ആഖിർ, വിശ്വാസപരമായ ഊന്നലുകളാണ്. മദനി സൂറത്തുകളിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്, വിശ്വാസി സമൂഹം ഉയർന്നിട്ടുണ്ട്. ഒരു സ്റ്റേറ്റ് രൂപീകരിക്കപ്പെട്ടിട്ടുണ്ട്. അതിന് നിയമങ്ങളുണ്ട്, നിഷ്കർഷകളുണ്ട്. അപ്പൊ അവിടെ നമുക്ക് കൂടുതലായിട്ട് കാണാൻ സാധിക്കുന്നത് അഹ്ലി കിതാബിനോടുള്ള അഭിസംബോധനകളാണ്. അവിടെ മുസ്ലിങ്ങളുണ്ട്, യഹൂദന്മാരുണ്ട്, ക്രിസ്ത്യാനികളുണ്ട്, ബഹുദൈവ വിശ്വാസികളുണ്ട്. അവിടെയൊക്കെ വിളിച്ച് യാ അഹ്ലൽ കിതാബ്, യാ അയ്യുഹല്ലദീന ആമനു, ഇങ്ങനെയുള്ള വിളികള് മദനി സൂറത്തുകളിലാണ് നമുക്ക് കാണാൻ സാധിക്കുക. അതുപോലെ തന്നെ സിവിൽ ക്രിമിനൽ നിയമങ്ങൾ, കട്ടവൻ എന്ത് ചെയ്യണം, വ്യഭിചാരി എങ്ങനെ കൈകാര്യം ചെയ്യണം, കൊലപാതകം എങ്ങനെ കൈകാര്യം ചെയ്യണം, ഇങ്ങനെയുള്ള സിവിൽ ക്രിമിനൽ നിയമങ്ങൾ. അതുപോലെ വിശ്വാസി സമൂഹത്തിന്റെ ആരാധനാക്രമങ്ങൾ, നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ്, ഇതൊക്കെ മദനി സൂറത്തുകളിലെ കാണാം. മക്കീ സൂറത്തുകളിൽ യാ യുഹന്നാസ് എന്നുള്ള വിളിയാണ് കൂടുതൽ. മനുഷ്യരെ, ജനങ്ങളെ, യാ യുഹൽ ഇൻസാൻ, ഇങ്ങനെയുള്ള വിളികളാണ്. ഇവിടെ നിന്നപ്പോ വിളി സെഗ്രഗേറ്റ് ചെയ്തു. വിശ്വാസികളെ യാ യുഹല്ലദീന കഫറു, നിഷേധികളെ യാ അഹ്ലൽ കിതാബ്, അഹ്ലൽ കിതാബ്. അങ്ങനെ വ്യത്യസ്ത രൂപത്തിലുള്ള അഭിസംബോധനകൾ നമുക്ക് കാണാൻ സാധിക്കും. ഇതാണ് മക്കൈ മദിനി പ്രാഥമികമായിട്ടുള്ള വ്യത്യാസങ്ങളായിട്ട് നമുക്ക് മനസ്സിലാകും. ഇപ്പൊ ഇതിന്റെ പ്രതിപാദ്യം പൂർണാർത്ഥത്തിൽ അള്ളാഹുവിന്റെ ഏകത്വത്തെ സ്ഥാപിക്കുന്നതാണ്. ആ അർത്ഥത്തിലാണ് ഈ സൂറത്തിന്റെ പ്രതിപാദ്യം വരുന്നത്. നമ്മൾ സൂറത്തിലേക്ക് കടന്ന് ജസ്റ്റ് സൂറത്തിലേക്ക് പ്രവേശിക്കാം ഇൻഷാ അല്ലാഹ്. സൂറത്ത് തുടങ്ങുന്നത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഹാമീം. രണ്ട് അക്ഷരങ്ങളാണ്, ഹാവും മീമും. ഈ അക്ഷരങ്ങളെ മുഖത്താത്ത് എന്നാണ് അറബിയിൽ പറയുന്നത്. മുഖത്താത്ത് എന്ന് പറഞ്ഞാൽ കഷ്ണങ്ങൾ എന്നുള്ള അർത്ഥം. അപ്പോൾ ഇതുപോലെ
കുറച്ച് 14-15 അക്ഷരങ്ങളാണ് മുഖത്താത്തുകൾ. ഹാം, ഹാ, മീം, അലിഫ് ലാം മീം റ, അലിഫ് ലാം മീം റ, അലിഫ് ലാം മീം സ്വാദ്, കാഫ് ഹാ യാ ഐൻ സ്വാദ്, ഐൻ സീൻ ഖാഫ്, ഇങ്ങനെയൊക്കെ തുടങ്ങി പ്രത്യേകിച്ച് അർത്ഥമില്ലാത്ത അല്ലെങ്കിൽ നമുക്ക് അർത്ഥം അറിയാത്ത ചില പദങ്ങൾ കൊണ്ട് തുടങ്ങിയ സൂറത്തുകളിൽ ഒന്നാണ് ഈ സൂറത്തും. അപ്പോൾ അത് ഹാമീം എന്ന് പറയുന്നത് മുഖത്താഹത്തിൽപ്പെട്ട സൂറത്താണ്. സൂറത്തുൽ അഹ്കാഫ് ഈ ഇനത്തിൽ അവസാനത്തെ സൂറത്താണ്, അങ്ങനെ ഓർഡർ അനുസരിച്ചിട്ട്. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ് തൻസീലും മിൻ അല്ലാഹിൽ അസീസിൽ ഹക്കീം. ഈ മുഖത്താത്തുകൾക്ക് പല അർത്ഥങ്ങളുണ്ട്. ചിലപ്പം മുമ്പുള്ള ക്ലാസ്സുകളിലൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. പലരും പല വിശദീകരണങ്ങളും പറഞ്ഞു നോക്കിയിട്ടുണ്ട്. പക്ഷെ കൃത്യമായ ഒരു വിശദീകരണം ആരും പറഞ്ഞിട്ടില്ല. ചില ആളുകൾ അലിഫ് ലാം മീം എന്നുള്ളതിന് അള്ളാഹുവിൽ നിന്ന് ജിബ്രീൽ മുഖാന്തരം മുഹമ്മദിലേക്ക് ഇറങ്ങിയതാണ്, അങ്ങനെ പല വിശേഷങ്ങളുണ്ട്. പക്ഷെ ഏറ്റവും സൂക്ഷ്മമായ ഒരു അഭിപ്രായം എന്ന് പറഞ്ഞാൽ, അന്നത്തെ കാലത്ത് എല്ലാത്തിനും കുറ്റം കണ്ടുപിടിക്കുന്ന ഖുറൈശികളോ അല്ലെങ്കിൽ അറബികളിലെ കവികളോ ആരും ഇത്തരത്തിലുള്ള ഖുറാനിക പരാമർശങ്ങളെ എതിർത്തതായിട്ട് കാണുന്നില്ല. അതിന്റെ അർത്ഥം ഒന്നുകിൽ അവർക്കത് മനസ്സിലായിട്ടുണ്ട്, അല്ലെങ്കിൽ അവരുടെ ഇടയിൽ അത് സാധാരണ പതിവുള്ളതായിരുന്നു. ഇനി വേറൊരു അർത്ഥം പറയുകയാണെങ്കിൽ, ഇത്തരത്തിലുള്ള അക്ഷരങ്ങൾ കൊണ്ട് തന്നെയാണ്, ആ ഭാഷ തന്നെയാണ് നിങ്ങൾ ഉപയോഗിക്കുന്നത്, ഖുർആനും അത് തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. പക്ഷേ ഖുർആനിന്റെ ഗൗരവവും അതിന്റെ പ്രതിപാദ്യവും അനുസരിച്ച് ഇത് അള്ളാഹുവിൽ നിന്നുള്ളതാണ്. പക്ഷെ നിങ്ങളൊക്കെ ഉപയോഗിക്കുന്ന സാധാരണ അറബി അക്ഷരങ്ങൾ ഉപയോഗിച്ച് തന്നെയാണ് ഇതുള്ളത് എന്നുള്ള ഒരു സൂചന. അല്ലാഹു അലം. തൻസീലുൽ കിതാബി മിൻ അല്ലാഹിൽ അസീസിൽ ഹക്കീം. തൻസീലുൽ കിതാബ്, ഈ ഗ്രന്ഥത്തിന്റെ അവതരണം, തൻസീൽ അൽ കിതാബ്, ഈ ഗ്രന്ഥത്തിന്റെ അവതരണം മിൻ അല്ലാഹ്, അള്ളാഹുവിൽ നിന്നാണ്. അൽ അസീസിൽ ഹക്കീം, അസീസായ ഹക്കീമായ, അസീസായ ഹക്കീമായ അള്ളാഹുവിൽ നിന്നുള്ളതാണ്. അസീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രതാപിയായ, ഇസ്സത്തുള്ള. ഹക്കീം എന്ന് പറഞ്ഞാൽ യുക്തിജ്ഞനായ, വൈസ്, യുക്തിമാനായ അള്ളാഹുവിൽ നിന്നുള്ളതാണ് ഈ ആയത്തുകൾ. എന്നാൽ പ്രതാപവാനും യുക്തിജ്ഞനുമായ അള്ളാഹുവിൽ നിന്നുള്ളതാണ് ഈ ആയത്തുകൾ. അള്ളാഹുവിന്റെ നാമങ്ങളില് ജലാലിയത്തിന്റെ ഇസ്മുകൾ, ജമാലിയത്തിന്റെ ഇസ്മുകൾ എന്ന് പറഞ്ഞ 2 തരമുണ്ട്. എന്ന് പറഞ്ഞാല് അള്ളാഹുവിന്റെ നാമങ്ങളിൽ 99 നാമങ്ങളിൽ വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന ഫദ്ഉഹു ബിഹാ, നിങ്ങൾക്ക് അള്ളാഹുവിന്റെ 99 നാമങ്ങളുണ്ട്, നിങ്ങൾ ഇഷ്ടമുള്ളതായിട്ട് വിളിച്ചോളുന്നു. അതിൽ ജലാലിയത്തിന്റെ എന്ന് പറഞ്ഞാല് അള്ളാഹുവിന്റെ പ്രതാപം, ജബ്ബാർ, അസീസ്, ഖവി, ഷദീദ്, അള്ളാഹുവിന്റെ ശക്തിയും ആ പ്രതാപവും മൊത്തം എടുത്തു കാണിക്കുന്നതിനാണ് ജലാലിയത്ത് എന്ന് പറയുന്നത്. ഇപ്പൊ ജലാലിയത്തിൻ്റെതുണ്ട്, അതുപോലെ ജമാലിയത്തിൻ്റെതുണ്ട്. സ്നേഹം, വദൂദ്, ഹക്കീം, അലീം, ഹലീം, അങ്ങനെ അള്ളാഹുവിന്റെ ഗഫൂർ, റഹീം, കാരുണ്യവാൻ, കരുണാവാരിധി, ഇങ്ങനെയുള്ള ഒരുപാട് പ്രയോഗങ്ങളുണ്ട്. ഈ പ്രതിപാദ്യം അനുസരിച്ചിട്ട് സാധാരണ പ്രതിപാദിയാണെങ്കിൽ, സാധാരണഗതിയിൽ നമ്മൾ ഖുറാനിൽ വരുമ്പോൾ ഒരു ജലാലിയത്തിന്റെ ഇസ്മു വരുമ്പോൾ അതിന്റെ കൂടെ ഒരു ജമാലിയത്ത് വരും എന്നാണ് പറയുന്നത്. മനസ്സിലായ? ഒരു ജലാലിയത്തിന്റെ ഇസ്മു വരുമ്പോൾ അസീസ് എന്ന് കൂടെ ഹക്കീം വരും. അതേ സമയത്ത് സത്യനിഷേധികളെയൊക്കെ കാര്യമായി കൈകാര്യം ചെയ്യുന്ന സന്ദർഭങ്ങളൊക്കെ വരുമ്പോൾ ചിലയിടത്ത് 2 ജലാലിയത്ത് വരാറുണ്ട്, ചിലയിടത്ത് 2 ജമാലിയത്ത് വരും. അതായത് സത്യവിശ്വാസികൾക്ക് അല്ലെങ്കിൽ പാവപ്പെട്ട അടിയാറുകൾക്ക് പുറത്തു കൊടുക്കുക, അങ്ങനത്തെ ഒക്കെ വരുമ്പോൾ ഗഫൂറുർ റഹീം, ഗഫൂറാണ്, റഹീമാണ്, ഗഫൂറുൽ വദൂദ്. അപ്പൊ 2 ജമാലിയത്ത് വരുന്ന സന്ദർഭങ്ങളുണ്ട്, 2 ജലാലിയത്ത് വരുന്ന സന്ദർഭങ്ങളുണ്ട്. പക്ഷെ നോർമൽ കേസിൽ ഒരു ജലാലിയത്തിന്റെ കൂടെ ഒരു ജമാലിയത്ത് വരും. ഇപ്പം പറഞ്ഞാൽ മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഞാൻ. ഇല്ലെങ്കിൽ പിന്നെ നിങ്ങൾ ചോദിച്ചാൽ മതി ഗ്രൂപ്പിൽ, നമുക്ക് അതിൽ പറയാം വിശദമായിട്ട്. തൻസീലുൽ കിതാബി മിൻ അല്ലാഹിൽ അസീസിൽ ഹക്കീം. തൻസീൽ ഇറങ്ങിയതാണ്. അൽ കിതാബ്, അൽ കിതാബ് എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഈ ഖുർആനിനെ. പരിശുദ്ധ ഖുർആനിൽ അൽ കിതാബ് എന്നുള്ളത് 4ഓ 5ഓ അർത്ഥത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഏറ്റവും ചുരുങ്ങിയത് 4 അർത്ഥത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഞാൻ ഇന്നൊന്നും ചോദിക്കണില്ല, അടുത്ത ക്ലാസ്സിൽ ഞാൻ ഇങ്ങനെ ഇന്ററാക്ട് ചെയ്യുമേ. അതായത്
അൽ കിതാബ് എന്ന് പറഞ്ഞാൽ ഒന്ന് പരിശുദ്ധ ഖുർആനെ കുറിച്ചാണ് പറയുന്നത്, അൽ കിതാബ്. പക്ഷെ എല്ലായിടത്തും ഖുർആനിൽ അൽ കിതാബ് എന്ന് പ്രയോഗിക്കുമ്പോൾ അൽ കിതാബ് കേട്ടാ, അൽ കിതാബ് അലിഫ്ലാം ഇട്ടിട്ട് അൽ കിതാബ്. എല്ലായിടത്തും ഖുർആനിൽ അൽ കിതാബ് എന്ന് പറയുമ്പോൾ അവിടെ ഖുർആൻ അല്ല ഉദ്ദേശിക്കുന്നത്. ദാലിക്കൽ കിതാബ് ലാ റൈബ ഫീഹി ഖുർആന. അതേ സമയത്ത് അഹ്ലുൽ കിതാബ് ലം യകുനിൽ ലദീന കഫറു മിൻ അഹ്ലിൽ കിതാബ്, അവിടെ അൽ കിതാബ് ആരാ? അവിടെ ഈ ഖുർആന്റെ ആളുകൾ എന്നുള്ള അർത്ഥത്തിലല്ല. അഹ്ലുൽ കിതാബ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഖുർആൻ അല്ലാത്ത ഇതര ഗ്രന്ഥങ്ങൾക്കും അൽ കിതാബ് എന്ന് പ്രയോഗിച്ചിട്ടുണ്ട്. ഖുർആൻ അല്ലാത്ത എന്നാൽ അള്ളാഹുവിങ്കിൽ നിന്ന് അവതരിച്ച തൗറാത്ത്, ഇഞ്ചീല്, സബൂർ തുടങ്ങിയ അതിന് അൽ കിതാബ് എന്ന് പ്രയോഗിച്ചിട്ടുണ്ട്. അവരാണ് അഹ്ലുൽ കിതാബ് എന്ന് പറയുന്നത്. വേറെ ഒന്ന്, ഖുർആൻ ഉൾപ്പെടെയുള്ള എല്ലാ ഗ്രന്ഥങ്ങളുടെയും എല്ലാത്തിൻ്റെയും മൂലപ്രമാണം ലൗഹുൽ മഹ്ഫൂദ്, അതിനും അൽ കിതാബ് എന്ന് പറയുന്നുണ്ട്. മുന്ന ഉമ്മുൽ കിതാബ്, അതിന് അടിസ്ഥാന ഗ്രന്ഥം അല്ലെങ്കിൽ മൂലപ്രമാണം. മൂലപ്രമാണത്തിനും ഇവിടെ അൽ കിതാബ് എന്ന് പ്രയോഗിച്ചിട്ടുണ്ട്. മാ ഫറത്ന ഫിൽ കിതാബി മിൻ ഷൈ, ഞാൻ ഗ്രന്ഥത്തിൽ ഒന്നും തന്നെ വിട്ടിട്ടില്ല എന്ന് പറയുമ്പോൾ ഈ ഖുർആനെ കുറിച്ചല്ല പറഞ്ഞത്. ഈ ഖുർആനിൽ അല്ലാതെ ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ എല്ലാം പറഞ്ഞ ഒരു ഗ്രന്ഥം അൽ കിതാബ്, അത് മൂലപ്രമാണമാണ്, ലൗഹുൽ മഹ്ഫൂദാണ്. നാലാമത്തത് കർമ്മപുസ്തകമാണ്. നാളെ പരലോകത്ത് നമുക്ക് എത്തുന്ന സമയത്ത് നമുക്ക് അവിടെ ഉലിഅൽ കിതാബു ഫതറൽ മുജ്രിമീന മുഷ്ഫിഖീൻ, ഗ്രന്ഥം നൽകപ്പെടും. ആ ഗ്രന്ഥം ഏതാണ്? വലത് കൈയിലും ഇടത് കൈയിലും ഒക്കെ നൽകപ്പെടുന്ന ഗ്രന്ഥത്തിനെ കുറിച്ച് ഖുർആനിൽ അൽ കിതാബ് എന്ന് പറഞ്ഞു. ഒമ്മാമൻ ഊത്തിയ കിതാബോ ബി യമീനി, ഒമ്മാമൻ ഊത്തിയ കിതാബോ ബി ഷിമാലി, വലത് കയ്യിൽ കിട്ടിയവർ ഇടത് കയ്യിൽ കിട്ടിയവർ എന്നൊക്കെ പറയണ്ടല്ലോ. അൽ കിതാബ് കർമ്മ പുസ്തകമാണ്. അപ്പൊ ഈ നാലർത്ഥത്തില് പരിശുദ്ധ ഖുർആനിൽ അൽ കിതാബ് പറഞ്ഞിട്ടുണ്ട്. ഏതാ സന്ദർഭം എന്ന് നമുക്ക് അർത്ഥം നല്ലോണം അറിഞ്ഞാൽ തന്നെ മനസ്സിലാവുള്ളൂ, അല്ലെങ്കിൽ മനസ്സിലാവൂല, കൺഫ്യൂഷൻ വരും. അപ്പോ ഹാമീം മുഖത്തായത്തിൽപ്പെട്ടതാണ്. തൻസീലുൽ കിതാബ്, ഈ ഗ്രന്ഥം അവതരിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ഇതിന്റെ അവതരണം മിനല്ലാഹിൽ അസീസിൽ ഹക്കീം, പ്രതാപവാനും യുക്തിജ്ഞനുമായ അള്ളാഹുവിങ്കിൽ നിന്നുള്ളതാകുന്നു. ഇൻഷാ അല്ലാഹ് നമ്മുടെ സമയമായിട്ടുണ്ട്, അവിടെ നിന്നോട്ടെ. ബാക്കിയുള്ള ആയത്തുകൾ നമുക്ക് അടുത്ത ക്ലാസ്സുകളിലായിട്ട് എടുക്കാം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.